നമസ്കാരം. താമസിയാതെ കേരളവും പശ്ചിമ ബംഗാൾ പോലെയാകും എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് കേരളത്തിലെ CPM-ൻ്റെയും CPM നേതാക്കളുടെയും അഴിമതിയും ഭീഷണിയും അവരുടെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്ത അവരുടെ പ്രവൃത്തികളുമൊക്കെ കാണുമ്പോഴാണ്. 34 കൊല്ലം ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും മാറി മാറി ഭരിച്ച ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 2011 അവർക്കവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അവർക്കവിടെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ്. CPM-ന് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റിലൊരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയിൽ ഏഷ്യാനെറ്റ് ലേഖകൻ അവിടെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ ലേഖകൻ അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മുസാഫിർ അഹമ്മദ് ഭവനിൽ ചെല്ലുന്നു. അവിടെ ഒരു നേതാക്കളും ആ ഭാഗത്തില്ല. പഴയ കുറേ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. 2-3 വാഹനങ്ങൾ കിടപ്പുണ്ട്. 2-3 അന്തം കമ്മികൾ അവിടെ ചൊറിയും കുത്തി, ബംഗാളി അന്തം കമ്മികൾ അവിടെ ചൊറിയും കുത്തി ഇരിപ്പുണ്ട്. അവർക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല, അവർക്ക് പ്രതികരിക്കാൻ അറിയില്ല. നേതാക്കൾ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് നേതാക്കളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. നോക്കൂ, 34 കൊല്ലം പശ്ചിമ ബംഗാൾ ഭരിച്ച ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ്. അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോലും അവിടെ പ്രതികരിക്കാൻ, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഒരാളില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു പോസ്റ്റർ പോലും, ഒരു പുതിയ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോസ്റ്റർ പോലും ഇല്ല. മാറാല പിടിച്ച പഴയ ചില പോസ്റ്ററുകളാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ മത്സരിക്കുന്നത് CPI മാത്രമല്ല, അവരൊരു മുന്നണിയായിട്ടാണ്. CPM, CPI, ഫോർവേഡ് ബ്ലോക്ക്, ISF, അങ്ങനെ ഒരു മുന്നണിയായിട്ടാണ് അവരവിടെ മത്സരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് പച്ച പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 1981 മുസാഫിർ ഭവൻ രൂപീകരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അവിടുത്തെ ആ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച്, തകർച്ചയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2011 അവർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ 29.58% വോട്ട് വിഹിതം അവിടെ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞ് 2016 ആകുമ്പോഴേക്കും അത് 19.75% കുറഞ്ഞു. 2021 ആയപ്പോഴേക്കും അത് 5%-നും താഴെയായി മാറി എന്നുള്ളതാണ്. ഓരോ കൊല്ലം കഴിയുമ്പോഴും അവിടെ പാർട്ടി ക്ഷയിച്ചു വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. 34 കൊല്ലം ഭരിച്ചിട്ടും അവിടെ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നറിയുമ്പോഴാണ് ആ പാർട്ടി പശ്ചിമ ബംഗാളിൽ എത്രത്തോളം തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും അവിടുത്തെ പാർട്ടി നേതാക്കൾ കരുതുന്നത് 2-3 സീറ്റെങ്കിലും കിട്ടും എന്നുള്ളതാണ്. 294 മണ്ഡലങ്ങളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. 2021 അവർ 152 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതായത് പ്രചരണത്തിന് പോലും, പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ലാത്ത ഒരവസ്ഥയാണ് അവിടുത്തെ അന്തം കമ്മികൾക്ക് ഇപ്പോഴുള്ളത്. MA ബേബി ഒരു തവണ ചെന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. പിണറായി വിജയൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അന്തം കമ്മികളുടെ മറുപടി, ബംഗാളി അന്തം കമ്മികളുടെ മറുപടി സാധ്യതയില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ അറിയാം, താൻ അവിടെ ചെന്ന് വോട്ട് ചോദിച്ചാൽ, പ്രചരണം നടത്തിയാൽ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകാത്തത്. അദ്ദേഹത്തെ ഒരുപക്ഷെ കൊണ്ടുപോകാത്തതായിരിക്കാം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് കേരളത്തിലെ അന്തം കമ്മികളാണ്. 34 കൊല്ലമാണ് ഈ ഇടതുപക്ഷം അവിടെ ഭരിച്ചത്, പശ്ചിമ ബംഗാൾ ഭരിച്ചത്. ആ ഈ 34 കൊല്ലം അവിടുത്തെ ജനങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വിധം കിരാത യാതനകളാണ് അനുഭവിച്ചത്. 34 കൊല്ലം 2 മുഖ്യമന്ത്രിമാർ മാറി മാറി ഭരിച്ചിട്ടാണ് അവിടെ CPM-നെ തകർത്തത്. പക്ഷേ പിണറായി വിജയന് 10 കൊല്ലം തികച്ചു വേണ്ടി വന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ അന്തം കമ്മികളോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ മറ്റൊരു കാര്യവും നിങ്ങൾ നോക്കണ്ട. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. 34 കൊല്ലത്തെ CPM-ൻ്റെ ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം ആ സംസ്ഥാനത്തെ എത്രത്തോളം പിന്നോട്ടടിച്ചു, എത്ര കൊലപാതകങ്ങൾ നടന്നു, അവിടെ എങ്ങനെയാണ് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ജനങ്ങൾക്ക് ഈ അന്തം കമ്മികളോടുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് വെച്ചാൽ നിങ്ങളുടെ തടിക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ.